നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. താരസംഘടന അമ്മയുടെ വാർഷിക പൊതുയോഗവും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത്. ഇന്നലെ 1 മണിക്ക് പത്രികാ സമർപ്പണം അവസാനിപ്പിക്കുന്ന ദിവസമായിരുന്നു. പത്രികാ സമർപ്പണം അവസാനിച്ചു. പിന്നീട് ഇന്ന് 1 മണിക്കാണ് സൂക്ഷ്മ പരിശോധന വെച്ചിരുന്നത്. 1 മണിക്ക് സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് മൊത്തം 28ഓളം ആളുകൾ പത്രിക സമർപ്പിച്ചിരുന്നു. അതിൽ 5 പേരുടെ പത്രിക തള്ളിപ്പോയി, സാങ്കേതിക കാരണത്താൽ തള്ളിപ്പോയിരിക്കുന്നു. ഇപ്പോൾ 23 പേരാണ് ചിത്രത്തിലുള്ളത്. താരസംഘടനയുടെ തലപ്പത്തെത്തുവാൻ വേണ്ടി 23 പേര് മത്സര രംഗത്തുണ്ട്. അതിൽ വിവിധ കാറ്റഗറിയിൽ മത്സരിക്കാൻ ഉള്ള ആളുകൾ 1, 2, 3 സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള പത്രികയും നൽകിയിട്ടുണ്ട്. ആ 23 പേരുടെ പേരാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയ്ക്ക് താരസംഘടനയിലെ തലപ്പത്ത് തുടരാൻ അവസരമാണ് ഇനിയുള്ളത്. കാരണം അദ്ദേഹത്തിന് മാത്രം എതിർ സ്ഥാനാർത്ഥിയില്ല. ലാലേട്ടൻ ഇത്തവണ തുടരുന്നില്ല എന്ന് പറഞ്ഞു. ഇടവേള ബാബു പടിയിറങ്ങുന്നു. ഇടവേള ബാബു താൽക്കാലികമായി ഇതിൽ നിന്നും മാറി നിൽക്കുന്നു. അതോടൊപ്പം ലാലേട്ടനും മാറുന്നു എന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ലാലേട്ടനോട് പല സിനിമാ മേഖലയിലും പല സിനിമാ സംഘടന ആളുകളും നിർബന്ധിച്ചതോടുകൂടി, ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർ നിർബന്ധിച്ചതോടുകൂടി തന്നെയാണ് ഇദ്ദേഹം ലാലേട്ടൻ വീണ്ടും തുടരാമെന്ന് സമ്മതിച്ചത്. അങ്ങനെ ലാലേട്ടൻ ഇപ്പോൾ തിരഞ്ഞെടുത്തതായി തന്നെ നമുക്ക് പ്രഖ്യാപിക്കാം. ഇന്ന് പ്രഖ്യാപിക്കേണ്ട ദിവസമല്ല, 30-ാം തീയതി ആണെങ്കിലും ഞാൻ പറയുന്നു ലാലേട്ടൻ തിരഞ്ഞെടുത്തു. കാരണം ലാലേട്ടന് എതിർ സ്ഥാനാർത്ഥിയില്ല. മറ്റ് അംഗങ്ങൾ മൊത്തം 23 പേരാണ് ഇന്ന് ഈ മത്സരത്തിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥാനത്തേക്കും ഒരാൾക്ക് ഒരു സ്ഥാനത്തിലേക്ക് ഒന്നിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായി മത്സരിക്കാം, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി, അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി, ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പത്രികയിൽ കിട്ടിയപ്പോൾ ഞാൻ വിളിച്ച് പല ആളെയും അന്വേഷിച്ചപ്പോൾ പല സ്ഥാനത്തേക്കും മത്സരിക്കാൻ വേണ്ടി പത്രിക നൽകിയിട്ടുണ്ട്. ഇനി അവസാനം 18-ാം തീയതിയാണ് ഇത് പിൻവലിക്കേണ്ട ദിവസം. അന്ന് ഇവർ ഒരു സ്ഥാനത്തേക്കുണ്ടല്ലോ, അപ്പോഴാണ് ചിത്രം തെളിയുകയുള്ളൂ. എങ്കിലും ഇന്ന് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് 23 പേരാണ്. 23 പേരിൽ മത്സരത്തിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ അദ്ദേഹം ഉണ്ടാവും. പിന്നീടുള്ള ലിസ്റ്റ് പ്രകാരം എനിക്ക് കിട്ടിയ ലിസ്റ്റ് പ്രകാരം ബാക്കിയുള്ളവരുടെ പേരൊന്ന് ഞാൻ പറയുകയാണ്. ജയൻ ആർ എന്ന് പറഞ്ഞാൽ ജയൻ ചേർത്തലയാണ്. ജയൻ ചേർത്തല മത്സര രംഗത്തുണ്ട്. അദ്ദേഹം ഏതൊക്കെ സ്ഥാനത്തേക്കാണ് മത്സര രംഗത്തേക്കുള്ള എന്ന് എനിക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അദ്ദേഹം മത്സര രംഗത്തുണ്ട് എന്ന് കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരൻ ഇതിനു മുമ്പൊക്കെ, കഴിഞ്ഞ തവണ ഒന്നുമില്ല, ഇതിനൊക്കെ മുമ്പ് എക്സിക്യൂട്ടീവ് മെമ്പറും അതോടെ മറ്റ് സ്ഥാനങ്ങളൊക്കെ വഹിച്ച ഒരു വനിതാ പ്രതിനിധിയാണ്. കുക്കു പരമേശ്വരൻ ഇത്തവണ മത്സര രംഗത്തേക്ക് പത്രിക സമർപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അനൂപ് ചന്ദ്രൻ ഇത്തവണ മത്സര രംഗത്തേക്ക് പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതൊക്കെ സ്ഥാനത്തേക്കാണ് പത്രിക സമർപ്പിച്ചതെന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മഞ്ജു പിള്ളയും ഈ തവണ പത്രിക സമർപ്പിച്ചു. മഞ്ജു പിള്ള നമുക്കറിയാം, കഴിഞ്ഞ വർഷം എക്സിക്യൂട്ടീവ് മെമ്പറായി വിജയിച്ച ഒരു പ്രതിനിധിയാണ്. ആ മഞ്ജു പിള്ള ഈ തവണ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അത് എനിക്ക് കിട്ടിയത് ഇന്നലത്തെ വിവരം അനുസരിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണെന്ന് തോന്നുന്നു. മറ്റ് സ്ഥാനത്തേക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള വിവരം എനിക്ക് ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ജഗദീഷ് കഴിഞ്ഞ തവണ ഇലക്ഷൻ ഇല്ലായിരുന്നു. അതിനു മുമ്പൊക്കെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയി ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം ഔദ്യോഗിക സ്ഥാനങ്ങൾ നിരന്തരം ഇരുന്ന ഒരു വ്യക്തിയാണ്. ഈ തവണ ജഗദീഷ് പത്രിക നൽകിയിരിക്കുന്നു. ജഗദീഷ് കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു, ഈ തവണ പത്രിക നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് എന്ന് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഇദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ ഉണ്ണി ശിവപാൽ ഈ തവണ മത്സരത്തിനുണ്ട്. അദ്ദേഹം ഏത് സ്ഥാനമാണെന്ന് കൃത്യമായി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും എനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്, മത്സരരംഗത്ത് സജീവമായുമുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചില്ല. അതിന് മുമ്പിലത്തെ തവണ ഇലക്ഷൻ വരുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ ഇദ്ദേഹം ഒരു പത്രിക സമർപ്പിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനത്തേക്ക്. പിന്നീട് ഒത്തുതീർപ്പോടുകൂടി ശിവപാലനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് തൊട്ട് മുമ്പുള്ള ഭരണസമിതി അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ തവണയല്ല, അതിന് മുമ്പിലത്തെ തവണയാണ്. നടൻ സിദ്ദീഖ് ഈ തവണ മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ തവണ ട്രഷറർ സ്ഥാനത്തുണ്ടായിരുന്നതാണ് സിദ്ദീഖ് ഈ തവണ മത്സരരംഗത്തുണ്ട്. സിദ്ദീഖ് എനിക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണെന്ന് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ മത്സരത്തേക്കുണ്ട്. അദ്ദേഹം വേറെ സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും സിദ്ദീഖ് ഈ തവണ മത്സരരംഗത്തുണ്ട്. സിദ്ദീഖ് എല്ലാ പ്രാവശ്യവും സ്ഥാനാർത്ഥിയായി വോട്ടവകാശം ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഇതിൻ്റെ ഔദ്യോഗിക ഭാരവാഹി ഇരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ
ബാബുരാജ് കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഇതിന് മുമ്പിലത്തെ തവണയും എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന വ്യക്തിയാണ്. വോട്ട് ചെയ്ത് വിജയിച്ച വ്യക്തിയാണ് കഴിഞ്ഞ തവണ. അതിനു മുമ്പും തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ബാബുരാജ്. കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന ആൾ. അദ്ദേഹം ഇത്തവണ എനിക്ക് കിട്ടുന്ന വിവരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ഇദ്ദേഹത്തിന് എതിരാളികൾ എത്ര പേരുണ്ട് എന്ന് ഈ 18-ാം തീയതി അറിയത്തുള്ളൂ. അത് നമ്മൾ കാത്തിരിക്കണം. അതിന് തൊട്ട് പിന്നിൽ നമുക്ക് കിട്ടുന്ന വിവരം ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് മെമ്പറായി മത്സരിച്ച് വിജയിച്ച ആളാണ്. ഇത്തവണ ഉണ്ണി മുകുന്ദനാണ് ഈ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ ട്രഷറർ സ്ഥാനത്തേക്കാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. മറ്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ടോ എന്നുള്ള വിവരം എനിക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ തവണ ഉണ്ണി മുകുന്ദൻ മത്സരരംഗത്തുണ്ട്. ടിനി ടോം കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. ഇത്തവണയും അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ഏത് സ്ഥാനം എക്സിക്യൂട്ടീവ് മെമ്പറാണ്, മറ്റ് സ്ഥാനത്തേക്ക് നൽകിയിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും ടിനി ടോം ഇത്തവണ മത്സരരംഗത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണയും ഇതിനു മുമ്പുള്ള ഇതിലും ടിനി ടോം എക്സിക്യൂട്ടീവ് മെമ്പറായി തന്നെ നിന്ന ഒരു വ്യക്തിയാണ്. സുരേഷ് കൃഷ്ണ ഇതിനു മുമ്പും അദ്ദേഹം ഈ അമ്മയുടെ ഭാരവാഹി വന്ന വ്യക്തിയാണ്. ഇത്തവണ സുരേഷ് കൃഷ്ണ മത്സരരംഗത്തേക്ക് പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുരാജ് വെന്നാറമൂട് ഇത്തവണ മത്സര രംഗത്തേക്കുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പത്രിക നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്രിക സ്വീകരിച്ചുകൊണ്ടാണ് ഈ പേര് വിവരം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇത്തവണ മത്സര രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെയാണ് കലാഭവൻ ഷാജോൻ ഇത്തവണ മത്സരരംഗത്തേക്ക് വന്നിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കാണോ മറ്റ് സ്ഥാനത്തേക്കാണോ ഈ 18-ാം തീയതി നമുക്ക് അറിയാൻ കിട്ടിയുള്ളൂ. ഈ 18-ാം തീയതി വരെ കാത്തിരുന്നാൽ ഇവരെല്ലാം ഏത് സ്ഥാനത്തേക്കാണ് കൃത്യമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെയുള്ള അൻസിബ ഹസൻ, പുതുതലമുറയിൽ നിന്നുള്ള അൻസിബ ഹസൻ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അൻസിബ ഹസൻ ഇത്തവണ മത്സരരംഗത്തുണ്ട് എന്ന വിവരം നമുക്ക് ലഭ്യമായിട്ടുള്ള അൻസിബയുടെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അടുത്ത വ്യക്തി വിനു മോഹനൻ. വിനു മോഹൻ അറിയാം, ഇതിനു മുമ്പും അദ്ദേഹം അമ്മയുടെ താരസംഘടനയോടെ ബന്ധപ്പെട്ട് നിന്നിരുന്ന വിനു മോഹനൻ ഇത്തവണ മത്സര രംഗത്തേക്ക് പത്രിക നൽകിയിരിക്കുന്നു. രമേഷ് പിഷാരടിയും ഇത്തവണ മത്സരരംഗത്തേക്കുണ്ട്. ഇതുവരെ മത്സരരംഗത്തേക്കൊന്നും വരാത്തൊരു വ്യക്തിയായിരുന്നു രമേഷ് പിഷാരടി. ഇത്തവണ താരസംഘടനയായ അമ്മയുടെ സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മത്സരരംഗത്തേക്ക് രമേഷ് പിഷാരടി വന്നിരിക്കുന്നു. ഡോക്ടർ റോണി ഇത്തവണ മത്സര രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്ന വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നുണ്ട്. രചന നാരായണൻകുട്ടി കഴിഞ്ഞ തവണയും എക്സിക്യൂട്ടീവ് മെമ്പറായി വിജയിച്ചു. അതിന് മുമ്പിലത്തെ തവണയും എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്. ഈ തവണയും രചന നാരായണൻകുട്ടി മത്സരരംഗത്തേക്കുണ്ട്. അനന്യ ആദ്യമായിട്ടാണ് തോന്നുന്നു മത്സരരംഗത്തേക്ക് വരുന്നത്. അനന്യ ഈ തവണ മത്സരരംഗത്തേക്കുണ്ട്. അതോടൊപ്പം തന്നെ സരയു ഈ തവണ മത്സരരംഗത്തുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ സരയുടെ ഇൻ്റർവ്യൂ എടുത്തപ്പം സ്ഥാനം ഇല്ലെങ്കിലും അമ്മയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സരയു. ഈ തവണ മത്സരരംഗത്തേക്ക് പത്രിക നൽകിയിരിക്കുന്നു. അതോടൊപ്പം ജോയി മാത്യു ഈ തവണ മത്സരരംഗത്തേക്കുണ്ട്. നമുക്കറിയാം ജോയി മാത്യു ഒത്തിരി ജനറൽ ബോഡിക്കും അതല്ലാതെയും ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത്തവണ മത്സര രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്ന വിവരം ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം ടോവിനോ തോമസ് കഴിഞ്ഞ തവണയും നിന്ന് വിജയിച്ച ഒരു വ്യക്തിയാണ്. ടോവിനോ തോമസും ഇത്തവണ മത്സര രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ 23 പേരാണ്. അതിൽ 22 പേർക്ക് മത്സരമുണ്ട്. അതിലൊരാളായി മോഹൻലാൽ മാത്രം ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് കാണേണ്ടത് ഇടവേള ബാബു ആയിരുന്നു ജനറൽ സെക്രട്ടറി. 25 വർഷക്കാലം ഈ താരസംഘടനയെ നയിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇത്തവണ മത്സര രംഗത്ത് ഇല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇത്തവണ പടിയിറങ്ങുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. എൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ ഇടവേള ബാബു പറഞ്ഞിട്ടുണ്ട്. ഇടവേള ബാബു ഇല്ലാത്ത ഒരു ഇലക്ഷൻ കൂടിയാണെന്ന് എടുത്ത് ഞാൻ പറയുകയാണ്. ഔദ്യോഗിക സ്ഥാനങ്ങൾ നമ്മുടെ കണക്കനുസരിച്ച് നമുക്ക് വേണ്ടത് എത്ര പേരാണെന്നുള്ള ഒരു കണക്കും കൂടെ ഞാൻ അവതരിപ്പിക്കാം. നമുക്ക് കിട്ടുന്ന വിവരം വെച്ച് എക്സിക്യൂട്ടീവ് മെമ്പർമാരായി വരുന്നത് 11 പേരാണ്. ആ 11 പേര് എക്സിക്യൂട്ടീവ് മെമ്പർമാരായി മത്സരിക്കും. ഇന്നത്തെ ലിസ്റ്റ് അനുസരിച്ച് 23 പേര് നൽകിയിട്ടുണ്ട്. അതിൽ 11 എക്സിക്യൂട്ടീവ് മെമ്പർമാർ, മറ്റ് ഭാരവാഹികൾ വേറെയാണ് വരുന്നത്. പിന്നീട് മെയിൻ ആളുകളായി വരുന്നത് 6 പേര്. അത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, 2 വൈസ് പ്രസിഡന്റുമാർ, 1 ട്രഷറർ. ഇങ്ങനെ മൊത്തം 17 പേരാണ് ഔദ്യോഗികമായി വരുന്നത്, ഈ ഭരണസമിതിയിൽ വരുന്നത്. എന്തായാലും മത്സരത്തിന് 22 പേരും എതിരില്ലാതെ മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരവും കൂടെയാണ് എനിക്ക് ലഭ്യമായിരിക്കുന്നത്. ഇനി ചിത്രം തെളിയാൻ നമ്മൾ കാത്തിരിക്കണം. കാരണം 18-ാം തീയതിയാണ് പത്രിക പിൻവലിക്കേണ്ട ദിവസം. 19-ാം തീയതി ഫൈനൽ ലിസ്റ്റ് ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ലിസ്റ്റ് 19-ാം തീയതിയോടുകൂടി നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. എന്തായാലും ഈ വരുന്ന 30-ാം തീയതിയാണ് അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ്. ആ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പുതിയ ഭരണസമിതി ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങുണ്ടാകും. പുതിയ ഭരണസമിതിയാണ് ഏറ്റെടുക്കുന്നത്. അവിടെയൊക്കെ എടുത്തു പറയുന്ന ഇടവേള ബാബു ഇല്ലാത്ത ഒരു ഭരണസമിതി ആയിരിക്കും. മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി വരും. മോഹൻലാൽ പ്രസിഡന്റ് ആയതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം, മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഒരു ഭരണസമിതി വരുന്നത്. മോഹൻലാൽ എന്നൊരു വ്യക്തിയോടുള്ള സ്നേഹമാണ് അമ്മ സംഘടനയിലുള്ളവർ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥികളൊന്നും ആകാതെ മോഹൻലാൽ പ്രസിഡന്റ് ആകുമ്പോൾ മറ്റൊരാൾ മത്സരാർത്ഥി വേണ്ട എന്നൊരു തീരുമാനം എത്തുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഈ താരസംഘടന തലപ്പത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുമുണ്ട്. എന്നാൽ മോഹൻലാൽ അത് ഇത്തവണയും അത് ഏറ്റെടുത്തിരിക്കുന്നു. താൻ ഈ സംഘടന ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്നും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം തയ്യാറായതുകൊണ്ടാണ് ഇത്തവണ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പ് ഈ സമയത്ത് എനിക്ക് നൽകാൻ കഴിയുന്നത്.